ഡിസ്ക് ഇഞ്ചുറിക്ക് ശേഷമുള്ള എൻ്റെ വർക്കൗട്ടുകൾ. അപ്പോൾ ഞാൻ എങ്ങനെ തുടങ്ങി, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്, എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കല് ജിമ്മിൽ പോകുന്ന കാര്യത്തിൽ. നമ്മളെവിടെയാണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അലോപ്പതി, ആയുർവേദം, നമ്മളെവിടെയാണോ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അവരോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം കേട്ട് കിട്ടിയിട്ട് മാത്രം നമ്മൾ ജിമ്മിലേക്ക് വരാവൂ. വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ നടുവിൻ്റെ പ്രശ്നത്തിന് ഒരു ലുംബാർ ബെൽറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പം ആ ബെൽറ്റും ജിമ്മിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെൽറ്റൂടെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അത് ഒരു ചെറിയ വെയിറ്റ് എടുത്താൽ പോലും ഞാനത് ഇടുമായിരുന്നു. കാരണം നമുക്ക് ഇഞ്ചുറി ഉള്ള ആളാണ്, അല്ലെങ്കിൽ നടുവിന് പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണം, അതിട്ടാലും അതില്ലേലും. അപ്പം അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഒരിക്കലും വന്ന് ഒരു 5 കിലോ മേളിൽ ആദ്യം തന്നെ വലിച്ചു വെക്കാൻ ശ്രമിക്കല്ലേ. നമ്മൾ ചെറിയ വെയിറ്റിലോ തുടങ്ങാവുള്ളൂ. ഞാൻ 2.5 കിലോ ഒക്കെ വെച്ചാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ സ്റ്റാൻഡിങ്ങിൽ നിന്നുള്ള വർക്കൗട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കില്ല. ആദ്യം നമ്മൾ ഇരുന്നിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യാവും. ഇരിക്കുമ്പോൾ നമ്മുടെ പോസ്റ്റർ എപ്പോഴും ശ്രദ്ധിക്കണം, കോർ എൻഗേജ് ആക്കി ടൈറ്റ് ആക്കി വെക്കണം. ഇപ്പോൾ ഷോൾഡർ വർക്കൗട്ട് ആയാലും, ഷോൾഡർ വർക്കൗട്ട് ലാറ്റ് റൈസ് വരുന്നുണ്ട്, ഫ്രണ്ട് റൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുന്നിട്ട് ചെയ്താൽ മതി. ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. സീറ്റിൽ കറക്റ്റ് പോസ്റ്റർ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇരുന്നിട്ട് അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ ഒരിക്കലും സ്ക്വാട്ട് ബാർ വെച്ച് അല്ലെങ്കിൽ ഫ്രീ ബാർ വെച്ച് പോലും ചെയ്യാൻ ട്രൈ ചെയ്യണ്ട. ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്മിത്ത് മെഷീൻ ആണെങ്കിലും മെഷീൻ സ്ക്വാട്ട് ആണെങ്കിൽ പോലും ചെയ്യാൻ നോക്കണ്ട. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഡംബൽ സ്ക്വാട്ട് ചെയ്യുക. ആദ്യം ഫ്രീ സ്ക്വാട്ട് ചെയ്ത് കാലിൻ്റെ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആക്കുക. കാരണം നമ്മൾ കുറേ നാൾ ഇരുന്നതിന് ശേഷം വന്നതാണ്. അത് കഴിഞ്ഞ് ഡംബൽസ് വെച്ച് ചെറിയ രീതിയിൽ സ്ക്വാട്ട് ചെയ്യുക. പിന്നെ ലെഗിനെ എക്സ്റ്റൻഷൻ ചെയ്യാം. ലെഗുകൾ ചെയ്യുമ്പം ഫ്രീ വെയിറ്റ് ആയിട്ട് ചെയ്ത് പതിയെ ഓക്കെ ആയതിനു ശേഷം നമ്മൾ വെയിറ്റ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. മെയിനായിട്ട് ഇത്രയാണ് പറയുന്നത്. നമ്മൾ നടുവിളകുന്ന രീതിയിലുള്ള കാർഡിയോ വർക്കൗട്ടുകൾ, ഗ്രൗണ്ട് വർക്കൗട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അപ്പം ആ ഏരിയയിൽ വീണ്ടും സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക. അഥവാ സ്ട്രെയിൻ ഉണ്ടായി പെയിൻ ആയെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളൊരു 2-3 ദിവസത്തേക്ക് വീണ്ടും റെസ്റ്റ് കൊടുക്കുക. നമ്മളെ കാണിക്കുന്ന ഇപ്പോൾ ഫിസിയോ ആണെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക. റെസ്റ്റിന് ശേഷം പെയിൻ ഉറപ്പായിട്ട് മാറും. നമുക്ക് വീണ്ടും തുടരാവുന്നതാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബെൽറ്റ് എപ്പോഴും ഇട്ടിരിക്കണം. അപ്പോൾ ഒത്തിരി വലിച്ചു മുറുക്കി ടൈറ്റ് ചെയ്തിടില്ല. അത് നിങ്ങളുടെ കംഫർട്ടിനെ നോക്കി ഇടുക. എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. 2 ബെൽറ്റ് ഇട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റാൻഡിങ്ങിനുള്ള വർക്കൗട്ടുകൾ അധികം പോകാതിരിക്കുക. ഇരുന്നിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. ലാറ്റ് പുള്ളി ചെയ്യാം. സീറ്ററോ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. സീറ്ററോ ചെയ്യുമ്പോൾ എനിക്ക് നടുവിന് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ലാറ്റ് പുള്ളി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബൈസിപ്സ് കേളെ, ഓവർഹെഡ് എക്സ്റ്റൻഷന്, ഡംബൽ എക്സ്റ്റൻഷൻ, അങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ നമുക്ക് ചെയ്യാം. നിന്ന് ചെയ്യേണ്ടതൊക്കെ ഇരുന്ന് ചെയ്യുക. കിടന്ന് ചെയ്യാവുന്ന വർക്കൗട്ടുകൾ ചെയ്യാം. ഇപ്പോൾ ചെസ്റ്റിന് പ്രസ്, ഞാൻ ഡംബൽ പ്രസ് ബെഞ്ച് പ്രസ് പോകത്തില്ലായിരുന്നു. എനിക്ക് ഡംബൽ എടുത്തിട്ട് കിടക്കത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ബെഞ്ച് പ്രസ് ബാറയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏത് ടൈമിലും ബെൽറ്റ് യൂസ് ചെയ്യണം. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇടാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അധികം ലെങ്തിൽ പറയാൻ പറ്റത്തില്ല കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എന്തെങ്കിലും വർക്കൗട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്, ഞാൻ വീണ്ടും പറയുക. അപ്പം നിങ്ങളത് കണ്ടോ, എന്നോട് ചോദിക്കാം, എന്ത് കാര്യങ്ങളും ചോദിക്കാം. ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ നോക്കാം. എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ നുണ പറയുന്നതല്ല. എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ ഞാൻ എൻ്റെ ഈ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിനകത്ത് നിന്നിരുന്ന് തള്ളേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ അത്യാവശ്യം നല്ല റിസൾട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മൊത്തം പ്രശ്നമായിട്ട് വന്നിട്ടുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പറഞ്ഞു തരാം. ഓക്കെ.